ഉള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരത്തെ അറേബ്യയിലേക്ക് പോവുകയും പിന്നീട് ദമസ്കസിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞ് കേഫാവുമായ മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുവനെയും അവിടെ ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയയിലെ ക്രിസ്തീയ സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നുവെന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആഹാ ഇബാറക്മോർ. സ്തുതി ബലികളാണ് ചേറിടുവേ നിർമ്മല കാഴ്ചയുമാ സ്തുതി മദ്ബഹ മുൻപിൽ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കലിയോനെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നതും വാഴ്ത്തപ്പെടുവാനാവുന്നു. നമ്മുടെ രക്ഷക്കായ തന്നെ ജനസ്തുതികളും നാം എല്ലാവരുമേ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. യേശുമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയാം യൗസേപ്പുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുമ്പോൾ അവർ ഒരുമിക്ക് മുൻപ് പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകയാൽ അവളെ പരിഹാസപാത്രമാക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് അവൻ വിചാരിച്ചു. ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ മാലാഖ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ യൗസേപ്പേ, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. എന്തെന്നാൽ അവളിൽ ഉരുവായിരിക്കുന്ന പ്രജ പരിശുദ്ധാത്മാവിനാൽ ഉള്ളതാകുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ തന്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇതാ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്നും പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇവയെല്ലാം സംഭവിച്ചു. യൗസേപ്പ് ഉറക്കത്തിൽ നിന്നുണർന്ന് കർത്താവിന്റെ മാലാഖ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അവൾ ആദ്യജാതനെ പ്രസവിച്ചതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൾ ശിശുവിന് യേശു എന്ന് പേരിടുകയും ചെയ്തു. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മറിയാമിനെ ഞാൻ വേഷസമം വേടിയുമോഷസിൽ ഏവം യൗസേപ്പ് ഒരു സന്ധ്യ നേരം ചിന്തിച്ചു നിദ്രയിൽ നിന്നാൾ വാനവസേനേശൻ വന്നു വചിച്ച ദാവീദാത്മജനെ സന്ദേഹം നിൻ മറിയാമിൻ കൈ കൊണ്ടിടേണ്ട. റൂഹാമൂലം ഗർഭിണിയാ തീർന്ന ലോകത്തെ ഹാലേലൂയ
പാലിവൻ സ്തോമൻ കാലോ ഉറിയേലായിസോ. ആർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ലാത്തതായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും സ്വർഗീയ രാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്നതായ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുൽഹുന്യോമോസോ പാർക്കുമ്പോൾ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യോ സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്കും നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ഈറയന്മാർക്കും മാലാകമാർക്കും അദൃശ്യനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ ഏകപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും വിശുദ്ധ തൃത്വം ആവസിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ
അബുകൂലസ്ബാൻ ലവൽ മേ കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നാളും നാം കൈക്കൊള്ളുമാറാകട്ടെ. ദൈവം തമ്പുരാനെ, ബലഹീനനും പാപിയുമായ ദാസനാകുന്നു ഞാൻ ഇപ്രകാരം ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും കരുണ തോന്നി മനസ്സിൽ തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ഭാഗ്യമോ ദിവ്യനാനന്ദ നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട യാചാരന്റെ പ്രാർത്ഥന ചൊല്ലണോ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോക പിതാവിന്റെ നിശ്ചനും മനുഷ്യനായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനന്തപുരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പെന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗതത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമല്ലാത്തതിനുമായ യേശുമിശിഹാ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നീവന്മാരും സ്ത്രീമാരും മാത്രം സംസാരിച്ചനുമായ ജീവനും വിശുദ്ധയിലും വിശുദ്ധ സഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദിസ ഒരിക്കൽ മാത്രം ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുകൂടെ ഉറപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതു ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണ സമയം, ഉന്നത പദവി ലേറിതാ പോഴി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന പ്രിയരെ, ഇതു കരുണയുടെയും ദയവിൻ്റെയും സമയം താൻ, സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ, അതിനാൽ സോദരേ വരുവീ നോരുവോ കരു
ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യുക കനിവാ, നാഥാ ഉത്തരമരുളി തടിയാരോടു കൃപ ചെയ്യണമേ. നല്ലവനേ ഞങ്ങളുടെ ബലഹീനതയോടുത്തരമരുളണമേ. നാം എല്ലാവരും ഒത്തൊരുമേ ചാട്ടം ഹസി ചോര ചെയ്യണം. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യുക കനിവാ, നാഥാ ഉത്തരമരുളി അടിയാരോടു കൃപ ചെയ്യണം. ബാർക്കുമോ സ്തോമൻ കാലോസ് കുറിയേലായിസോൻ. കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ ബബകൂലസ്ബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാഗ്യമോ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബ്കൂലസ്ബാൻ ലവൽമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള വീഴ്ചയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകൂലസ്ബാൻ ലവൽമേ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത്
മശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനെങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവെ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്പേന്മാരെ പോലെ കാദീഷ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാക്കീനാൻ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വധുവിന് പരിപാലിക്കുന്നവന് വാഴ്ത്തപ്പെടുവാനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാറിക്കുമോ Vakso ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി അവരോട് അരുളി ചെയ്തു, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ. ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ഗൽവോലം വൽമീ. അപ്രകാരം തന്നെ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാറിക്കുമോ ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയ അവരോട്, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ഗൽവോലം വൽമീ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ സ്മരിച്ചുകൊള്ളുവീനെന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി. ദാമോദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കിമൂറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗീയമുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോട് ഇവിടെ ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയത്ത് ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും സമാധാനവും
ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളി. നല്ലവനേതേതോ നീ എന്നോട് കരുണ തോന്നണമേ. ഉറിയിലായിസോൻ, ഉറിയിലായിസോൻ, ഉറിയിലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ചീ അപ്പത്തെ നമ്മുടെ ദൈവമായ മശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റൂഹ വസിച്ചീ കാസായേ നമ്മുടെ ദൈവമായ മശിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ, കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകൂലസ്ബാൻ ലവുൽമീ. ആമീൻ. ബാർക്കുമോർ എന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ച് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ ആബോന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ എന്തോനിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഉറിയിലായിസോൻ. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുടെ വായ്കൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂലസ്ബാൻ ലവുൽമീ. ആമീൻ. ബാറയ്ക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാകപ്പെട്ട് അതെല്ലാം ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യ ഐക്യം ഹൃദയം ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുന്നു. ഹോശോ വബകൂലസ്ബാൻ ലവുൽമീ. ബാറയ്ക്കുമോർ 4 ഭാഗങ്ങളുടെ ദൈവത്തിന്റെ സഭകളെ ദേറാളെ തത്വശതൻ നിർദ്ദർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനിലെ ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസമുള്ള ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘവും മുഴുവനും സുഹൃത്തുക്കളെ തീരാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകൂലസ്ബാൻ ലവുൽമീ. ബാർക്കിമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗാരായ ശ്രീയന്മാരെയും ഏവങ്കേലിസ്റ്റന്മാരെയും സഹദേന്മാരെയും മോദിയാരന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ
മാർ യുഹാനോൻ മാംതാനായി, ശമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സെഫാനോസിനെയും, സ്ലീഹന്മാരിൽ തലവനും ഉന്നപ്പെട്ട മാർ പത്തോസിനെയും, മാർ പൗലോസിനെയും, നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായും, ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വൈഭവവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കയായാലും കുസന്തീനോപോലീസിലും എപ്പോസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതു സുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സാദയുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലിമ്മീസും ദിവന്യാസ്യോസും അത്താനിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഇലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭകളുടെ മുഴുവന്റെയും വിവേകവുമായ വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറം മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നും എല്ലായ്പ്പോഴും പ്രസംഗിച്ചു വന്നവനുമായ ഞങ്ങളുടെ പാത്രീസ്കരായ മാർ സേവേറിയോസിനും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബ് ബുർദാനിയും മാർ അപ്രേമും മാർ യാക്കോബും മാർ സിഹാക്കും മാർ ബാലിയായും ദുഃഖിതമാരി തലവനായ മാർ ബെർസോമയും മാർ ഷമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബാഹായും എൽദോം മാർ ബെസോലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗീഗോറിയോസും മാർ ദീവന്യാസീസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അരുവികളുടെയും സ്ഥലച്ചടങ്ങളുടെയും ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മുദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോനെ നട്ടഹസിച്ച് പറയണം. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിച്ച് പൊടിപ്പെടുത്തണമേ. മനസ്സോട് മനസ്സൂടാതെയും അറിവോട് അറിവൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവെ, പൊതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായോടും
പരിശുദ്ധ റൂഹായോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെട്ട് മാറാകണമേ. ഹോശോ വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സകല തലമുറ വരെയും ലോകാലോകളോട് ചെയ്യുകയും ചെയ്യുന്നു. ആർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വല്യവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ കരുണ, എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാൽ ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും പങ്കാളിത്തത്തിന്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിന്റെ പരിപാലനത കാത്തു സൂക്ഷിക്കുവാൻ ദൈവമേ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവിടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ.
കർത്താവേ, ഞങ്ങളുടെ വായ്കളെയും അധരങ്ങളെ നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുടങ്ങാ രാജ്യശക്തിയുമാവുന്നു എന്നേക്കുള്ളതാവുന്നു. ആമീൻ. കർത്താവെ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ നീ ഞങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങളുടെ തലകൾ അനുവദിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തൈബുസോ ദുറഹമേ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും അനാദ്യന്തീവമന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായില്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ശുഭഹോ. ഒന്നായിരിക്കുന്ന പിതാവും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമീൻ. വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആയിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവായുഷ്കാലെ പഠിപ്പിച്ച താരേ മാറിയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ
സിദ്ധന്മാരെന്നീവരൊപ്പം ദേവസുതനാശ്വാസമവർക്കേകിടും മുറിയോ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യ യൗഹാലേ ലുയ്യ നിൻവലമായി രാജഭാമിനിയും ഇന്നലെ ജനജൻ മോഹിപ്പാൻ ഹാലേലു യായോ ഹാലി ലോയാ നീ ജനമോർക്കാത്ത പ്രതകൃവതും പാറയ്ക്കുമോ മൂലം വാദാമിൽ മൂലം വൽമീനാമേ ഭക്തർ പുകഴ്ച ഭാജനമേ ചോരേകസുതേ തൃക്കലനങ്ങളിൽ അലിവാഴ്ത്ത പക്കലപേക്ഷയാണ് കീടം സ്തൗമൻ കാലം സ്കുറിയിലായി സോ മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥനങ്ങൾ കാത്മാവിനു കോട്ട പാറയ്ക്കുമോ ബോലബ്രോവൻ റൂഹോ കാദീശോ പ്രസവേത്രീ കന്യകമറിയാമി നോയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാകി മേലയിലോഹാദാഹി തീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർദ്ധനയെ ഞങ്ങളിലാദ്രത തോന്നിട ഏകാത്മജനോ നയവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോളിട്ടുതഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർ പുഷ്ടികളും പാറയ്ക്കുമോ മനവോലം വാദാമിൽ പോലും മീനാമേ ഒരു പോലിംഗം മാർഗി വറുകി സഹദാ മേലും നീനോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നീനോർമേ ബഹുമാനി ചോർക്കായി സ്തോമൻ കാലം കുറിയിലായി സോ ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീനേ ബാറിക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ കാൺമാൻ കാംക്ഷിച്ചോരോ സഹദർ വളച്ചിറകുകൾ പൂന്നതപാദമേറി മുറിയോറാഹി മേലൈനോഹാദാരി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാൻ അടികളെയും തൻ കോപത്തിൻ വടികളെയും ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നീതിജ്ഞന്മാരും ഹാലേ ലുയ്യൗഹാലേ ലുയ്യ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയോ ഹാലേ ലോയ എന്നീ
തീയും ഞാൻ ഉപദേശിച്ചിടുവേ സാക്ഷിയും ഭാരകുമോ. മനവോലം വാദാമിൽ പോലും മീനാമേ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സ്തോമൻ കാലസ്കുറിയായിസോ മദ്ബഹായിൽ കാർത്തു സ്നേഹാശ്രൂഷിച്ചോര വൈദികരെ പെൻസൽ നീരന്മാർ ദേവാകാരെ ഭാരകുമോ. ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചു ഗമനമഹാം നാളിൽ ഓർത്തുമുഖ പ്രഭേഗേണമേ മുറിയോറാകി മേലെ നുവാദാരേ മഷിഹാകോദാശകളർപ്പിച്ചു രാജാരിന്മാ കേകുക പുണ്യം നാദാസ്തോത്രം. കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാർക്കുമോ. മൂലം വാദാമിനവോലം വൽമീനാമേ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനെ ജീവസ്വരമുണർത്തണമേ. കവരേനായി സ്തോമൻ കാലസ്കുറിയിലായിസോ നിന്നേഴോ നള്ളി ജീവൻ ബ്രദരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരോട് എഴുന്നേറ്റു ഉയരുന്നേ നിസ്തുതി ചെയ്തിടുന്നു ഭാരകുമോ. എന്റെ ശരീരം ഭക്ഷി പാനം ചെയ്തോ പാതാളത്തിൽ പോകാനായി വീഴാന എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങൾത്തിട്ട് മരിച്ചതുന എന്നും കർത്ത തന്നരുളുന്ന മഹത്വം മുറിയോറാകി മേലെ നോകാതാരി ആരാമാതിനുയരെ കർത്താവേ. കള്ളന് കിട്ടിയ നിന്റെ ഭാരം തൃത്വത്തെ കൊണ്ടാടി മരി ശൂരെ കൈക്കൊണ്ടിടേണം. ബാർക്കുമോർ ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഭക്ഷിപ്പാ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണമൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, അത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസശുദ്ധ്യ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കും നോ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ
വാസം ചെയ്യും ഞാൻ. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമാ ജീവേ പ്രാപിക്കും ഞങ്ങൾ രക്തശരീരം കൊണ്ടതുമൂലം അന്ത്യദിനങ്ങൾ ഇതിയേറ്റിടരുതേ തവമൈ രക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ നിന്മേ ഞങ്ങൾ കാചാരം നിക്ഷേപിക്കുകയാ ഉയരേകിയ നാദ വന്ദിക്കും നടിയ സത്യം രക്ഷകനുര ചെയ്ത എന്മേരെ ചോദ്യം എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കും നോം സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈക്കൊൾവോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാ താവകഗാത്രത്താ പരിഹാരം നേടി നിശ്ചയമായി ജീവേ പ്രാപിക്കും ഞങ്ങൾ നാട്ടിൽ പറയണം. ആദ്യം മുതൽ തനിക്ക് സ്തുതി ഹല്ലേലൂയ.
രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ ശരീരത്തിൽ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനെന്ന രക്ഷകനുമാണ് യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നാളും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹവും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹവും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ലി ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹവും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കനുള്ള ശരണവുമേ നിനക്ക് സ്തുതി. സ്തുതി ദൈവത്തെ ഉയരത്തിൽ നദിയും മഹിമാമോടി സഹദേന്മാർക്കും പ്രേതരിൽ കരുണയും ഉണ്ടാകാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരം, ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കിയതായ അവിടുത്തെ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്കും ഞങ്ങളുടെ ജീവന്റെ പുതുക്കത്തിനുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വാഗേദമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ. മൃതനുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വായ്കളെ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിരുതിരുമുമ്പാകെ ഞങ്ങൾ തലകൾ കുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മിശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ ഇടയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ഓശോ ആമീൻ. ബാറേക്കുമോ
യബുസായന്റെ കളത്തറയിൽ കർത്താവേ തിരുഹിതമാർന്നാം ശിതിപാലക നിബിദാവീദിൻ പരിപാവനമാം ബലി പോലെ നിർധനയാമാവിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിൻ തിരുസഭയുടെ സുതരിൽ ഇത്തിരുബലിയെ കൈക്കൊള്ളുക. വൈദിക താതരുമതിധന്യ സ്ലിഹരുമർപ്പിച്ചതുപോലെ അഗതികളടിയാരർപ്പിച്ച ബലികാഴ്ചകളിൽ തെളിയണമേ. തൽക്കാഴ്ചകളിൽ പ്രീതിയോടെ മോചിക്കുക കടഭാരങ്ങൾ. വേദനയാറ്റി സുഖമേറ്റി കറകളയെല്ലാം മായിക്കാം. കാഴ്ചയതിൽ കർത്താവേ നീ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരീശോ പുണ്യപേരാനം ദീക്കേണം. സേലൂൻ ബസ്ലോമോ ആഹാൻ ഹബീബാ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായ സമയത്ത് നിങ്ങളേവരും സമാധാനത്തോടുകൂടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവിന്റെ വിജയസ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റുഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ബലഹീനനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. കർത്താവ് കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനഴേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിന്റെ നീതിപാതകളിൽ നടത്തുന്നു. ഒരു താഴ്വഴി കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണോട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആഴ്കാലം മുക്കിയും എന്നെ പിന്തുടരും. ഞാൻ ഹോടിയാൽ ദീർഘകാലം വസിക്കും. ദൈവമേ സ്തുതിയോഗ്യമാവുന്നു, പാർക്കുമോ. മേൽപ്പെട്ടക്കാർ പട്ടക്കാരോട് ഷമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവ് ഇവരെ ഭൂമിയതെങ്കിൽ അണിയിച്ചോരവനരിശും തന്നുടെ സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. വിണ്ണിൻ നായകനാം തന്നാദ രഹസ്യങ്ങളതായി മണ്ണിൻ വിളവുകൾ പട്ടക്കാരൻ കാഴ്ചയണച്ചു. തന്നുടെ പക്കലിറങ്ങി വരാനായ ആത്മാവിനെ നിന്നു വിളിച്ചിടുന്നകമേൽ നൽ ശരണത്താലേ. അവനെ നിയമിച്ചോരാത്മാവോ നിസ്സംശയമായി ആഘോഷത്താൽ അപ്പം തന്നിൽ ഇറങ്ങി വസിച്ച് അതിനെ ഗാത്രവുമാക്കാസായ രക്തവുമാക്കും. അട്ടഹസിച്ച് നാം ചൊല്ലിയിടുക കുറിയേലായിച്ചു. അഗ്നിമയന്മാരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലുടുത്തോർ നോക്കുകയിലെരിയും ഉടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. ഹൃദയപുത്ര രഹസ്യങ്ങളഹോ വിണ്ണവരിടയിൽ ഏശായ താൻ കണ്ടിവ നമ്മോട് സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരുപ്പ് രഹസ്യങ്ങളിവ ഏവം മേശയിൽ ആദാമ്യർക്കായി ഭാഗിക്കുന്നു. രൂപന്മാരുടെ തേരതുപോലെ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്
ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ കൈകളിലാതാ മക്കളെടുത്താഘോഷിക്കുന്നു. പട്ടുധരിച്ചവനൊപ്പം നിന്നിക വേണ്ടുന്നോർക്കായി പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. വാനവരുടെയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷസുതരോട് ആക്രോപേന്മാർക്കുണ്ടത് ന്യൂനം. കുരിശിപ്പാനായി സുതനെ സഹിയോ നാട്ടിമരത്തെ കുഞ്ഞാടനെ ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ. എവിടെ പുത്രൻ കൈകളിലാണിതറയ്ക്കപ്പെട്ടു. ഇസഹാക്കിന്റെ കെട്ടുകളെ ഛേദിച്ചതും അവിടെ. തന്നെ യജമാനൻ തന്റെ ദിവ്യരഹസ്യങ്ങളെ ഏവം താൻ കൈകൊണ്ടു വലം കൈയാലെ ജീവനതായി പങ്കിട്ടെല്ലാവർക്കായിട്ടും നൽകിയിടുന്നു. പട്ടക്കാര വന്നിടുക സമാധാനത്താലേ. അമലമതാം ധൂപത്തിൻ കലശത്തെ കൈക്കൊണ്ടു അതിനുടെ നല്ലൊരു സൗരഭ്യത്തെ ധൂപിപ്പിച്ച് അതിനാൽ അങ്ങനെ ലോകത്തെ ആനന്ദിപ്പിക്കും. പട്ടക്കാര വന്നിടുക സമാധാനത്താലേ. വാത്സല്യത്താൽ പരിശുദ്ധാത്മാവാം ദൈവത്താൽ വളർത്തപ്പെട്ടവനായി തന്നെ നാവതിലെന്നും ദൈവത്തിൻ ഭവനത്തിൽ താക്കോലേന്തുന്നവനാം പട്ടക്കാര വന്നിടുക സമാധാനത്താലേ. ഭൂമിയതിങ്കൽ തന്നാലൊരുവൻ കെട്ടപ്പെട്ടാൻ ആ മനുജൻ വിണ്ണുലകം തന്നിൽ കർത്താവാലും കെട്ടപ്പെട്ടവനാമെന്നുള്ളൊരു പട്ടക്കാര വന്നിടുക സമാധാനത്താലേ. കുറിയേലായിസോ. ആഴമതിങ്കൽ തന്നാൽ ഒരുവൻ അഴിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ താൻ ഉയരും തന്നിൽ കർത്താവാലും അഴിക്കപ്പെട്ടവനാമെന്നുള്ളൊരു പട്ടക്കാര വന്നിടുക സമാധാനത്താലേ. കുറിയേലായിസോ. ഉണ്ടാകട്ടെ സ്തുതി കർത്താവിന് നിങ്ങളുടെ മേൽ. ഉണ്ടാകട്ടെ തൻ കൃപയെന്നും പുണ്യമെനിക്കും. ഉണ്ടാകട്ടെ മാർയാക്കോബാം മൽപ്പാൻ തന്റെ ഓർമ്മയതും നന്നായുണ്ടാകട്ടെ എല്ലായ്പ്പോഴും. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ ദിൻബലിയാലൻ കഷ്ടതമായി ചെന്നോവഴിക്കണമേ. ഗോകുൽ തായിൽ തന്മാർവു തുറന്നോരുത്തമനെ ദാഹം നീക്കിട്ടൊഴുകിയ നീരാൽ ചോരയതാലും. എന്റെ കടങ്ങളെ ശിക്ഷം നിൻ കൃപയാമെസ്ഫൂകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷകന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യനതാക്കണമേ. കർത്താവേ നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്ദതയിൽ പാതകലിനും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാന അണച്ചുള്ളൂർ ഈ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തോമൻ കാലോസ് കുറിയേലായിസോ. മോറാനേശുമശീഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി ധീരാ ദേ കുറ്റങ്ങളാറാൻ ഉതകിയിടണമേ. നിൻബലമതിൽ നിൽക്കുന്നതിനും ഹാലേ ലുയ്യാ ധൈര്യസമേതം. നിൻമോദ താഴ്വരയിൽ കുടിപ്പിക്കും നീയവരെ കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തു. രേഖം രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നകണമേ. ഹാലേലുയ്യ ജീവൻ നിത്യം ബാരക്കുമോ. ശിക്ഷർക്കായി മാളികയിൽ തന്തിരുമേനി കണ്ണിച്ചാതാമരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേ ലുയ്യാസുതനായ സ്തോത്രം. ജീവൻ നിന്നോട് കൈക്കൊണ്ടോരോ കൈകൾ അവസാനതിനെ വിധി സമയത്തെരുതി എന്റെ രൂക്ഷതയെങ്കിൽ ഞെട്ടിയിടല്ലേ. നിൻ ശൈത്യം കൊണ്ടവതാനെ ഹാലേലുയ്യ നീട്ടപ്പെടണേ. ഗോകുൽ തായിൽ രക്ഷകനാം വൃക്ഷത്തിന്മേൽ വെച്ചങ്ങ് മരിച്ചോർന്നിടുവേ. പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖം അതൊഴിച്ചു. ഹാലേ ലുയ്യ മോദിപ്പിച്ചു. ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ നനക്കടച്ചിരിക്കുന്ന ഈ കുർബാന അവർക്ക് പരിമളവാസനയെ ഭവിക്കുമാറാകണമേ. കർത്താവെ നിന്റെ തിരുവിഷ്ടം ഇതിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമേൻ. മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനെഴുന്നേൻ ബലിയാലെ വിശ്വാസികളായ എത്ര ഗുണം കൂടും.
കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും സ്വർണ്ണവുമേ, നിനക്ക് സ്തുതിയെ ബാധിക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാവനോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയുമോതും എന്നേക്കുള്ളതാവുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടുന്നതാവുന്നു. നിന്റെ ദുർഗമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെടുവാനാവുന്നു. ശുദ്ധമുള്ള തന്നെ വർദ്ധനമേ തമ്പുരാന്റെ പാവികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും ദൈവങ്ങളുടെ അപേക്ഷയോടമേ. ആമേൻ. എല്ലാവർക്കും അവിടെ ഇരിക്കും. അറിയിപ്പുകൾ. അടുത്ത ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ളവരുടെ ക്രമീകരണം നമ്മുടെ ക്രിസ്മസ് കരോൾ സന്ദർശിക്കുന്ന 1-2 ദിവസങ്ങളിലെ ഭാഗത്തുള്ള ഭവനക്കാർക്കായിരിക്കും എന്നുള്ളത് അറിയിക്കുന്നു. ക്രിസ്മസ് കരോളിൻ്റെ 1-2 ദിവസങ്ങളിലെ ഭാഗങ്ങളിലുള്ള ഭവനക്കാർക്ക് അടുത്ത ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നു. എല്ലാ വർഷവും നമ്മുടെ ഭദ്രാസന മർത്തമറിയം സമാജത്തിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിന് വേണ്ടിയുള്ള ഗണ്യമായൊരു സഹായം നൽകുന്ന പതിവുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മുടെ ഇടവകയിലെ ഒരു വ്യക്തിക്ക് വിവാഹ സഹായധനമായിട്ട് മെത്രാസനത്തിൽ നിന്ന് ലഭിക്കുകയുമുണ്ടായി. ഈ വർഷവും അതിന് അർഹരായവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം മർത്തമറിയം സമാജത്തിന് ചുമതലപ്പെട്ടവരുമായി വിവരം അറിയിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 15-ാം തീയതി മർത്തമറിയം സമാജം ദിനമായിട്ട് ആചരിക്കുകയും അന്നേ ദിവസം ഒരു കവർപ്പിരിവ് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കവർപ്പിരിവിലൂടെ ലഭിക്കുന്ന തുകയാണ് നമ്മുടെ മെത്രാസനത്തിൽ സാമ്പത്തികമായ പ്രയാസം നിൽക്കുന്ന വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നൽകുവാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും 8 ലക്ഷം രൂപ 16 പേർക്ക് 50,000 രൂപ വീതം നൽകുകയുണ്ടായി. അതിലൊന്നാണ് നമ്മുടെ ഇടവകയിലെ ഒരു വ്യക്തിക്കും ലഭിച്ചത്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ അർഹരായവർ ഉണ്ടെങ്കിൽ അപേക്ഷ എന്നെയോ മർത്തമറിയം സമാജത്തിന് ചുമതലപ്പെട്ടവരെ അറിയിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മർത്തമറിയം സമാജത്തിൻ്റെ ആ കവർപ്പിരിവിൽ ആരെങ്കിലും ഇനി സഹകരിക്കുവാനുണ്ടെങ്കിൽ ആ കവർപ്പിരിവിനുള്ള സംഭാവന മർത്തമറിയം സമാജത്തിന് ചുമതലപ്പെട്ടവരെ ഏൽപ്പിക്കുമ്പോഴാണ് അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഇതുപോലെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുകൊണ്ട് മർത്തമറിയം സമാജത്തിൻ്റെ ആ കവർപ്പിരിവിൽ സഹകരിക്കാത്തവർ അതിൻ്റെ ചുമതലപ്പെട്ടവർക്ക് ആ സംഭാവനകൾ നൽകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ച ഒരു അറിയിപ്പ് തന്നെയാണ്. നമ്മുടെ COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം നമ്മുടെ ഇടവകയിൽ കരോൾ സർവീസ് നടത്തുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇടവകയുടെ ക്രിസ്മസ് സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കാർഡും കവറും അതാത് ഭാഗത്തുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ്. ആ സമയത്ത് ഈ കരോളിൽ നിന്നുള്ള നിങ്ങളുടെ സംഭാവനകൾ അവരെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമുക്കറിയാം, ഈ കരോളിലൂടെ ലഭിക്കുന്ന ഒരു വരുമാനമാണ് നമ്മുടെ ഒരു വർഷത്തെ ഇടവകയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഏറെ കൈത്താങ്ങലായിട്ട് നൽകുന്നത്. നമ്മുടെ ഇടവകയിൽ മാത്രമല്ല, എല്ലാ ഇടവകകൾക്കും ഈ ക്രിസ്മസ് കരോളിലൂടെ ലഭിക്കുന്ന സംഭാവനകൾ ഇടവകയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്നു. ഈ COVID-19 പശ്ചാത്തലത്തിൽ അങ്ങനെ കൂട്ടമായി കരോൾ നടത്തി ഭവനങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തുള്ള നമ്മുടെ 1-2 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇടവകയുടെ ക്രിസ്മസ് സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഡും കവറുകളുമായിട്ട് നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾ കൊടുത്ത ആ കരോളിൻ്റെ സംഭാവന തുകയിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാതെ, കുറവ് വരാതെ ഗണ്യമായ കവർപ്പിരിവുകൾ നൽകി ഇടവകയുടെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പങ്കുകാരാവണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. സംഭാവന നമ്മുടെ ടൗൺ വാർഡിൽ ചെറുതോട്ടത്ത് വീട്ടിൽ ശ്രീമതി ജിൻസി ജെറിൻ
5000 രൂപ പള്ളിക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നു. ഇടവകയിലെ മറ്റൊരു വിശ്വാസി 2000 രൂപ സംഭാവന നൽകിയിരിക്കുന്ന വിവരവും സന്തോഷത്തോടുകൂടി അറിയിക്കുകയും ആ വ്യക്തികളോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. മാധവശ്ശേരി മാർ തേവോദോറോസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ജ്യോതിസ് 2000 എക്യൂമിനിക്കൽ ഓൺലൈൻ കരോൾ ഗാന മത്സരം നടത്തുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലെറ്റർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന എങ്കിൽ ആ വിവരം ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് അത് അറിയിച്ച് അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കുകൊള്ളുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പരസ്പര സഹായ നിധിയിലെ 3, 4, 5, 6 നിധികളുടെ ലേലം 19/12/2020 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പള്ളിയെ സൺഡേ ഹോളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. തവണത്തുക അടയ്ക്കുവാനുള്ള അംഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പണമടച്ച് രസീത് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. 7-ാം നമ്പർ നിധിയിലേക്ക് ഏതാനും ചില അംഗങ്ങളെ കൂടി ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ പള്ളി ഓഫീസുമായി ബന്ധപ്പെടണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. 7-ാം നമ്പർ നിധിയും ഈ വരുന്ന ശനിയാഴ്ച തന്നെ ലേലം ചെയ്യുവാൻ തക്കവണ്ണം ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് ഇടവകയുടെ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഏറെ കൈത്താങ്ങലായി നിലകൊള്ളുന്ന ഈ പരസ്പര സഹായ നിധിയിൽ അംഗങ്ങളാകുവാനുള്ളവർ അംഗങ്ങളായിട്ടും അംഗങ്ങളായിട്ടുള്ളവർ യഥാസമയം അതിൻ്റെ വരിസംഖ്യ കൊടുത്തും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സന്ദീപ് എസ് മാത്യു അച്ഛൻ ഇടവകയ്ക്ക് തന്നെ തികച്ചും അപരിചിതനാണെന്നാണ് എൻ്റെ വിശ്വാസം. പത്തനാപുരം കൂടൽ സെന്റ് പോൾസ് ഇടവക അംഗമായ ബഹുമാനപ്പെട്ട സന്ദീപ് അച്ഛൻ മദ്രാസ് ഭദ്രാസനത്തിന് സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ആൻഡമാൻസ് പള്ളിയിലെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൊച്ചമ്മയുടെ വീട് ഇവിടെ കല്ലട നിലമേൽ ഭാഗത്താണ്. മാർത്തോമാ ഇടവകയിലെ കൊച്ചമ്മയാണ് അച്ഛൻ വിവാഹം കഴിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛന് ഇവിടെ വരുവാൻ മറ്റൊരു കാരണം കൂടി ഇന്നും ഉണ്ടായത്, നമ്മുടെ ഇടവകയുടെ പള്ളി സെക്രട്ടറി കൂടി ആയിരിക്കുന്ന ശ്രീ ജോൺ ഫിലിപ്പിൻ്റെ ഭാര്യാപിതാവ് വെള്ളിയാഴ്ച കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പരേതന്റെ സംസ്കാര ശുശ്രൂഷ ഇന്ന് 3 മണിക്ക് നിലമേൽ മാർത്തോമാ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ജോൺ ഫിലിപ്പ് സാറിൻ്റെ ഭാര്യ സഹോദരിയുടെ മകൾ ആണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൊച്ചമ്മ. അപ്പോൾ അച്ഛൻ്റെ മദർലോയുടെ പിതാവ് കൂടിയാണ് മരിച്ചിരിക്കുന്നത്. ഇതിനോടകം ബഹുമാനപ്പെട്ട അച്ഛന് നമ്മുടെ ദേവാലയത്തിൽ പല തവണയും വരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചെങ്കിലും അതിനൊരു സാവകാശം ലഭിക്കുകയുണ്ടായില്ല. പ്രത്യേകിച്ച് അച്ഛന് നാട്ടിലില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വരികയും ഇന്നലെ ആ ഒരു ആഗ്രഹം അറിയിച്ചു. ഇന്നലെ വൈകിട്ട് സന്ധ്യാനമസ്കാരവും തുടർന്ന് ഇന്ന് വിശുദ്ധ കുർബാനയും അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചതിൽ ഏറെ ഇടവക ബഹുമാനപ്പെട്ട അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചത് ഏറെ സഹായകരമായെന്ന് കൂടെ ഞാൻ ഓർക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ അല്പം ശാരീരികമായ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അല്പം പ്രയാസമുണ്ടാകുമോ എന്ന് തോന്നി. എന്ത് തന്നെയായാലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായത് ഏറെ അനുഗ്രഹകരമായി കാണുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും അച്ഛൻ്റെ ശുശ്രൂഷയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ആ പരേതൻ്റെ നമ്മുടെ ജോൺ ഫിലിപ്പ് സാറിൻ്റെ ഭാര്യാപിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആ ഭവനത്തിൽ സൗകര്യമുള്ളവർ പോയി ആദരാജ്ഞകൾ അർപ്പിച്ച് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിന് ഇടവക അതിന് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഇടവകയിൽ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിന് സാധിച്ചില്ല. പക്ഷെ ഇപ്രകാരം ഒരു അവസരം ഇപ്പോൾ ദൈവം ഒരുക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ദേവാലയത്തിൽ എനിക്കറിയാവുന്ന കുറച്ചു പേരേ ഉള്ളൂ. അവരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധം, വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണയുടെ ഒരു സാഹചര്യമായതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുവാൻ പറ്റിയ ഒരു അവസരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് പരിശുദ്ധ സഭ യൗസേപ്പിനുണ്ടായ വെളിപാടിൻ്റെ ഞായറാഴ്ചയായിട്ടാണ് ഇന്നത്തെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ എവൻഗേലിയൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്,
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, യൗസേപ്പ് നീതിമാനാകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, വിവാഹത്തിന് മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത്. ആരോടൊക്കെ നീതിമാനാകാനൊക്കും, ആരോടൊക്കെ നീതി കാണിക്കാനൊക്കുമെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. ആരോടൊക്കെയാണ് നാം കാണിക്കേണ്ടത്? ആദ്യം ദൈവത്തോട് കാണിക്കണം. ദൈവത്തോട് നാം നീതി കാണിക്കുന്നുണ്ടോ? ദൈവത്തോട് നാം നീതിമാനാണോ എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് കുടുംബത്തോട്, പരിശുദ്ധ സഭയോട്, നമുക്ക് ചുറ്റുമുള്ളവരോട്, നമ്മുടെ സഹോദരങ്ങളോട്, അങ്ങനെ എല്ലാവരോടും നീതിമാനാകാൻ പറ്റുമോ നമുക്ക്? പ്രത്യേകിച്ച് എൽദോനോമിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ആത്മപരിശോധന നടത്തേണ്ട ഒരു വലിയ ചോദ്യമാണത്. യൗസേഫ് നീതിമാനായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും യൗസേഫിന് പ്രത്യേകിച്ച് യാതൊരു നഷ്ടവും വരാനില്ല. യൗസേഫിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. ആലോചിക്കണം, മാലാഖ വരുന്നതിന് മുൻപാണ് യൗസേഫ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാൻ ഭാവിച്ചത്. അത് നീതിമാനാകൊണ്ടാണെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളെ അപ്രകാരം ഒരു ശിക്ഷയ്ക്ക് വിട്ടുകൊടുത്താൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും യൗസേഫിന് ഉണ്ടാകുന്നില്ല. കാരണം യഹൂദ നിയമം അനുസരിച്ച് ആ സ്ത്രീയെ ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ പ്രിയമുള്ളവരെ, ഇതേ നീതിയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. പലപ്പോഴും പലരെയും ചേർത്ത് പിടിക്കാൻ, പലരെയും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഈ നീതി നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. കർത്താവിന് ഈ നീതിയെപ്പറ്റി ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി കുരിശിലേറിയത്. പക്ഷേ ഈ നീതി നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇന്നലെയും നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു കാണും, ഒരു തെരുവ് നായെ ഒരു കാറിൻ്റെ പിറകിൽ കെട്ടിയിട്ട് ടാറിട്ട റോഡിലൂടെ വലിച്ചുകൊണ്ട് പോയതായൊരു വാർത്ത. മിണ്ടാപ്രാണികളോട് പോലും കാണിക്കുന്ന ക്രൂരതകളാണ്. മനുഷ്യരോട് കാണിക്കുന്നത് ഞാൻ പറയുന്നില്ല. ഡൽഹിയിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം കർഷക സഹോദരങ്ങൾ, ഇന്ത്യയിൽ അന്നം തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന കർഷക സഹോദരങ്ങൾ സമരം ചെയ്യുകയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. നീതിയാണ് ഇല്ലാതെ പോകുന്നത്. നിയമമുണ്ട്, നീതിയില്ലാതെന്നു. പ്രിയമുള്ളവരെ, നീതിക്കായി പ്രാർത്ഥിക്കുക. മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെടുന്നതും ഇതേ നീതിയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട നീതി, പരിശുദ്ധ പിതാക്കന്മാരും മലങ്കര സഭ ഒരുമിച്ച് ഒന്നാകെ പ്രാർത്ഥിച്ച് നേടിയെടുത്ത നീതി ഇന്ന് നടപ്പിലാക്കി കിട്ടാൻ നമ്മൾ പ്രയാസപ്പെടുക. നമ്മുടെ പിതാക്കന്മാരൊരുക്കിയ കണ്ണുനീര് എത്രമാത്രം വലുതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷെ ആ നീതി നടപ്പിലാക്കി കിട്ടാൻ ഇപ്പോഴും നമ്മൾ പ്രയാസപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ എൽദോനോമിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നീതിയുള്ളവരായിരിക്കുവാൻ ഒരു ആത്മപരിശോധനയുടെ ഒരു കാലഘട്ടം, ആത്മപരിശോധന ആവശ്യമാണ്. അപ്രകാരം ഒരു ആത്മപരിശോധന നടത്തി പരമാവധി കാര്യങ്ങളിൽ നീതിയുള്ളവരായിരിക്കുവാൻ യൗസേഫ് പിതാവ് നമുക്ക് മാതൃകയായിരിക്കട്ടെ. അപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം തന്ന വന്യനായ നോബിളച്ചനോടും അതുപോലെ തന്നെ ഈ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ മദ്രാസ് ഭദ്രാസനത്തിലെ ആൻഡമാൻസ് ദ്വീപ് സമൂഹങ്ങളിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അവിടെ നമുക്ക് 7 പള്ളികളുണ്ട്. 7 പള്ളികളോട് ചേർന്ന് സ്കൂളുകളുണ്ട്. അതിൻ്റെ 2നെയും ചുമതലയായി അവിടെ എന്നോടൊപ്പം മറ്റ് 6 വൈദികരോടുണ്ട്. ആ വൈദികരെയും അവിടുത്തെ ജനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രതികൂലമായ ധാരാളം സാഹചര്യങ്ങളിലാണ് അവിടെ ശുശ്രൂഷ നടത്തുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ അവിടെയും കൊറോണയുടെ ഒരു പ്രയാസമുണ്ട്. എല്ലാവരും കൊറോണ മൂലം പ്രയാസപ്പെടുന്ന ലക്ഷോപലക്ഷങ്ങൾ വരുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെ ശുശ്രൂഷിക്കുന്ന മുൻനിര പോരാളികളായിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. പിന്നെ നമ്മൾ മുൻകരുതലുകളെടുത്ത് മുന്നോട്ട് പോവുക. ഇതിനെയും നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ സഹായത്താൽ അതിജീവിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്രകാരം ആയിരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഈ എൽദോ നോമ്പിലൊക്കെ പ്രത്യേകിച്ച് ദൈവത്തോട് കൂടുതൽ നേരം സംസാരിക്കുവാനും ദൈവത്തോട് കൂടുതൽ എടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഇപ്രകാരം ഒരു അവസരം തന്ന പ്രിയപ്പെട്ട അച്ഛനോടും മറ്റ് ചുമതലക്കാരോടും നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം ഞാൻ വിചാരിച്ചില്ല ഇപ്രകാരം ഇങ്ങനെ വരാൻ പറ്റുമെന്ന്. പ്രത്യേകിച്ച് മദ്ബഹായിലെ ശുശ്രൂഷകരോട്, കാരണം എനിക്കവിടെ ഇത്രയും ശുശ്രൂഷക്കാരൊന്നുമില്ല. ഇത്രയും മനോഹരമായി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ദൈവം അവസരം തന്നു. പ്രത്യേകമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കൈമത്തുണ്ടായിരിക്കുന്നതല്ലോ. എല്ലാവർക്കും എഴുന്നേറ്റ് നേർച്ച അർപ്പിച്ച് പിരിഞ്ഞു പോകാത്തതാണ്.